രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ കോൺഗ്രസ് പുതിയ ഒരു മാറ്റത്തിലേക്ക് വരുന്നു, പുതിയൊരു ഗെയിം പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. ആ ഗെയിം പ്ലാൻ എന്തെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ മുഖ്യ സംസ്ഥാനങ്ങളും പിടിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം കേരളത്തിലെ UDF കളിക്കുന്ന പ്ലാനാണ് എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു. ഇത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മാത്രം തീരുമാനിച്ചതായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് ഫീഡിങ് കിട്ടുന്നുണ്ടാവാം, അദ്ദേഹത്തിന് ഉപദേശിക്കുന്നവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അവർ കണക്ക് കൂട്ടുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അത് പെട്ടെന്ന് നടക്കുമെങ്കിൽ പെട്ടെന്ന് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് 2014-ലും 2019-ലും 2014-ലും 2019-ലും 2024-ലും കേരളത്തിൽ യാതൊരുവിധ തകർച്ചയുമില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 1-2 സീറ്റുകൾ മാത്രം നഷ്ടപ്പെട്ട് മുഴുവൻ തൂത്തുവായിരുന്ന സംവിധാനം ഉണ്ടായി. തമിഴ്നാട്ടിലും കർണാടകയിലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ആന്ധ്രയിലും അങ്ങനെ വേണമെങ്കിൽ നിൽക്കാൻ പറ്റും. ഇത്തവണ പറ്റിയില്ല, പക്ഷേ അങ്ങനെ പറ്റും. തെലങ്കാന ഇപ്പോൾ അവർ പിടിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഗോവയിലും ഇത് പോകാം. ഫാർ ഈസ്റ്റ് നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ പ്ലാൻ വിജയിക്കും എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ കാശ്മീർ അടക്കം പിന്നെ പല സംസ്ഥാനങ്ങളും അവർ എണ്ണി വെച്ചിട്ടുണ്ട്. അതായത് ഭരണം പിടിക്കണമെങ്കിൽ 100-ൽ നിന്നാൽ പോരാ എന്ന് കോൺഗ്രസ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നു. കോൺഗ്രസ് 200-ൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ പിന്നെ UDF നയം എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് തോന്നുന്നു. അതായത് കേരളത്തിലെ UDF കളിക്കുന്നത് മതേതരത്വം പറയുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നുവെന്ന് പറയുകയും, എന്നാൽ SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അടക്കമുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഫൈറ്റ് നടത്തുകയാണ്. ഈ ഫൈറ്റ് സൗത്ത് ഇന്ത്യ മൊത്തം പോകാമെന്നും വേണ്ടി വന്നാൽ ഗോവയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഇത് വിജയിക്കുമെന്നും ബംഗാളിൽ ഇത് വിജയിക്കുമെന്നും ബീഹാറിൽ ഇത് വിജയിക്കുമെന്നും ഒക്കെയുള്ള ചിന്ത, ആസാമിൽ പോലും കുറേ സ്ഥലങ്ങളിലൊക്കെ ഇത് ഏൽക്കുമെന്നും നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് വിജയിക്കുമെന്നും ഒക്കെ ഉള്ളൊരു കണക്കൂട്ടലുണ്ട്. ദേശവിരുദ്ധർ എന്ന പഴി കേട്ടാലും കുഴപ്പമില്ല. കാരണം അതാ പറഞ്ഞത്, പെട്ടെന്ന് ഇനി ഒരു മാറ്റം, ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്തു. ഗെയിം പ്ലാൻ ടോട്ടലി കോൺഗ്രസ് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ദേശവിരുദ്ധമല്ല പ്രശ്നം. ഞങ്ങളിപ്പോൾ ഒരു പുതിയ പദ്ധതി എടുത്തിട്ടുണ്ട്. ആ പദ്ധതി കേഡർ സംവിധാനം, അതായത് ഹിന്ദുത്വ അധിഷ്ഠിതമായ BJP-യുടെ കേഡർ സംവിധാനത്തിന് തുല്യമായൊരു കേഡർ സംവിധാനം സെറ്റപ്പ് ചെയ്യാനുള്ള പുതിയ നീക്കം കൂടിയാണിത്. അപ്പോൾ ആ കേഡർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അബിയൽ പോലെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ടോ പറ്റില്ല. അതിന് വ്യക്തമായ ബാക്ക്ഗ്രൗണ്ടുള്ള ചില കേഡർ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഓരോ നിയോജക മണ്ഡലങ്ങളും എണ്ണി പിടിക്കാൻ കഴിയുന്ന സംവിധാനം. ഒരു 200+, അതാണ് 240 ഇപ്പോൾ BJP-ക്കുള്ളത്. 200+ വന്നാൽ തന്നെ പലരും ഇങ്ങോട്ട് വരും. ഭരണം കിട്ടിയാൽ ഏത് ദേശസ്നേഹം പറയുന്നവരും ഇങ്ങോട്ട് പോരും എന്നൊക്കെയുള്ള ചില തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം. ഈ നീക്കം വളരെ സൂക്ഷിച്ച് രാഷ്ട്രം കാണേണ്ടതും ഈ ജനങ്ങൾ കാണേണ്ടതുമാണ്. ഇത് വളരെ ഭംഗിയായി കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ, അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ഇത് നടപ്പിലാക്കും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇതിനകത്ത് ജാതി സെൻസസിൻ്റെ കൂടെ വരുന്നതും ജാതിയുടെ ഒരു സ്പ്ലിറ്റപ്പ് വരുന്നതും അതിൽ കുറേ പേരെ കൂടെ പിടിച്ചു നിർത്താൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ 240-250 വരെ സീറ്റുകൾ കോൺഗ്രസിന് കിട്ടുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. സൗത്ത് ഇന്ത്യ പൂർണ്ണമായിട്ടും കൈക്കൽ ഒതുക്കാൻ പറ്റും എന്നും വിശ്വസിക്കുന്നു. ഇത് വളരെ ടാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു നീക്കമാണ്. കോൺഗ്രസ് മാറുന്നു, കോൺഗ്രസിന്റെ ഗെയിം മാറുന്നു. 1986-ൽ രാജീവ് ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ കൂടെ അക്കമ്പനി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന പല നേതാക്കളും ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിയതാണ് എൻ്റെ പ്രവർത്തന ശൈലി. അത് ഇപ്പോൾ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വെറും 15-14 വയസ്സുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ കേരളത്തിലെ ബാക്ക് വാട്ടർ ടൂറിന് കൊണ്ടുപോയി അവരുമായി ഇടപഴകി. അത് ഞാൻ ഒരു ഉപമായിട്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ താഴോട്ടുള്ളവരുമായിട്ട് തോളോട് ചേർന്ന് പലരുമായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അധികം ബന്ധമില്ലാത്തത് BJP-യുടെ ഇപ്പോഴത്തെ MP-മാരും നേതാക്കളുമായിട്ട് മാത്രമാണ്. അതിൽ അവസാനമായിട്ട് ഞാൻ നരേന്ദ്രമോദിയുടെ വിസിറ്റ് പൂർണ്ണമായും കൈകാര്യം ചെയ്ത് അതിൻ്റെ മുഴുവൻ ആൾക്കാരും, അതായത് PM ഓഫീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്നലെ എൻ്റെ സംശയം ചോദിച്ചത് BJP-കാരോടല്ല, ഇന്ത്യ മുന്നണിയിലെ എനിക്ക് ബന്ധമുള്ള കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളടക്കമുള്ള ചില നേതാക്കളോടാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ടാക്ടിക്കൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചാനൽ ചർച്ച പറയുമെന്നുള്ള ഉദ്ദേശത്തിലല്ല അവരിത് പറഞ്ഞത്. വേണുഗോപാൽ ഒരു സംശയം ചോദിക്കുന്നു, അതിന് പറയുന്നു എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞത് ഗുജറാത്തിലെ AICC സമ്മേളനത്തിൻ്റെ വിശദവിവരങ്ങൾ തിരക്കുക, അന്വേഷിക്കുക, നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് അല്ല പ്രധാനം, തെരഞ്ഞെടുപ്പ് വിജയമല്ല പ്രധാനം, സാമൂഹിക നീതിയാണ്. അതിനുള്ള തന്ത്രങ്ങളായിരിക്കും ഇനി മെനയുക, കേഡർ സംവിധാനം ഉൾപ്പെടെ.
അപ്പോൾ അതിൽ വളരെ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ 100-ൽ നിന്ന് താഴോട്ട് പോകാനല്ലാതെ മുകളിലോട്ട് പോകാനുള്ള സാഹചര്യമില്ല. അതാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം. അപ്പോൾ എൻ്റെ കൊച്ചുബുദ്ധിക്ക് പോലും ഇത് തെറ്റാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന മുഴുവൻ പേരും പറയുന്നു രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണ്, അബദ്ധമാണ്, വിഡ്ഢിത്തരമാണെന്ന്. പക്ഷേ അവർക്കത് വിഡ്ഢിത്തരമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ഗെയിം പ്ലാൻ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അത്ര വിശ്വാസമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. വലിയ ഒരു ഗെയിം പ്ലാൻ വരുന്നുണ്ട്, ഒരു ടാക്ടിക്കൽ ഷിഫ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ മുഴുവൻ അടിച്ച് പുറത്താക്കുക അല്ല ഉദ്ദേശം. തീവ്രമായിട്ട് ഹിന്ദുത്വം പറയുകയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കണമോ എന്ന് പറയുന്നവരെ ഒന്നുകിൽ വോയിസ് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സാവകാശം പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുത്തിക്കൊണ്ട് കേരള UDF മോഡലിലുള്ള ഒരു സംവിധാനം ഓൾ ഇന്ത്യ ബേസിൽ വരും. കേരള UDF പറയുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമി SDPI ഞങ്ങളുടെ കൂടാണെന്ന്? പറയുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷേ അത് പുറമെ പറയുമ്പോൾ ഞങ്ങൾ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ് മാത്രമേ ഞങ്ങൾക്ക് ബന്ധമുള്ളൂ എന്നല്ലേ പറയുന്നത്. അതുപോലെ ഉള്ള സംവിധാനങ്ങൾ പല സംസ്ഥാനങ്ങളിലും രൂപം കൊള്ളുന്നതിൻ്റെ ആദ്യ ഘടകം തന്നെയാണ് ഇത് എന്ന് ശ്രീ സേനാപതി എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും എനിക്ക് പറയാതിരിക്കാൻ